ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. കണ്ടോ അമ്മേ, അവരെ കൃത്യമായിട്ട് വന്നത്. അതാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. ഗായത്രി ഇവിടെ വരണമായിരുന്നു. അമ്മ സമാധാനമായിട്ടിരിക്കുക. ഇനി ചേച്ചിക്ക് ഇവിടെ വന്നല്ലേ പറ്റൂ. വരണം, വരേണ്ടി വരും. സൂര്യക്ക് എന്ത് തോന്നുന്നു ഇന്നത്തെ സംസാരത്തില്? രണ്ട് ശത്രുരാജ്യങ്ങൾ തമ്മിൽ സന്ധി സംഭാഷണം കഴിഞ്ഞതുപോലൊരു ഫീല്. എന്താ തമാശയായിട്ട് തോന്നുന്നുണ്ടോ? തമാശയല്ല, സത്യം പറഞ്ഞതാ. അല്ലെങ്കിൽ താനൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. തൻ്റെ മാമനെയും മകനെയും താനൊന്ന് പഞ്ഞിക്കിട്ടതും ഇപ്പം നടന്ന ഈ കൂടിക്കാഴ്ച എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോവും. അതൊക്കെ ഇന്ന് ഞാനിവിടെ ഇരുന്നപ്പോഴും ചിന്തിച്ചു പോയതാ സൂര്യ. പിന്നെ അവരുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് ഓർത്തപ്പോ ഒരു സമാധാനം. ഇപ്പോഴും ആ മുത്തശ്ശിയുടെ ഭാവം ശരിയല്ല. അവരെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലൊരു തോന്നല്. കണക്കുകൂട്ടലുകൾ നല്ലതിനു വേണ്ടിയാണെങ്കിൽ അവർക്ക് തന്നെ കൊള്ളാം. എന്തായാലും നമ്മൾ അർജുനെ കണ്ടത് കാര്യമായി. അർജുന്റെ സംസാരമാണല്ലോ ആന്റിയും സേതുവേട്ടനെയൊക്കെ മാറ്റി ചിന്തിപ്പിച്ചത്. അതെ സൂര്യ, സത്യം പറഞ്ഞ ഇനി ഒരിക്കൽ ഈ ബന്ധം നടക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ലായിരുന്നു. എന്റെ അവസ്ഥ മറിച്ചല്ലോ. പിന്നെ ഭാനുവിന്റെ തലയിൽ ദൈവം വരച്ച വര നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. താനെന്തായാലും ആന്റി വിളിച്ച് കാര്യം പറയാം. ശരി. ആ മോളെ. അമ്മേ, അമ്മേ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി. ആ, എന്തായി? അഭിപ്രായ വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ലമ്മേ, അമ്മയുടെ രണ്ടാനമ്മ അല്പം ഗൗരവത്തില്ല. മാമനും മാമിയും ഓക്കെയാ. അവർക്ക് നമ്മളെപ്പോലെ തന്നെ മകന്റെ ഭാവിയാണ് പ്രധാനം. ഇനിയെങ്കിലും ഒരു തടസ്സവും കൂടാതെ നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ലമ്മേ. നമ്മൾ തീരുമാനിച്ചതുപോലെ കാര്യങ്ങൾ അങ്ങ് നടന്നാ മതി. ശരി ശരി, നിങ്ങൾ വീട്ടിലോട്ടല്ലേ പോകുന്നേ? ആ, ഞാൻ പോയിട്ട് വിളിക്കാമേ. ശരി മക്കളെ, ശരി. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവരൊക്കെയാണെന്ന്. അവരൊന്നും അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പോകുന്നില്ലമ്മേ. ഭാനു അത്രയ്ക്ക് ആസ്തിയുള്ള പെണ്ണാൻ പോകുന്നല്ലേ. ആ, എന്തായാലും അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ. അതെ. സേതു, നീ വേണം ഭാനുവിന്റെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്താൻ, കേട്ടല്ലോ? ശരി അമ്മേ, അമ്മ പറഞ്ഞോ. ഞാനും മായ അമ്മയുടെ കൂടെ തന്നെയുണ്ട്. ഈ കല്യാണത്തിനമ്മേ ഒരു ബന്ധുക്കളെ മാറ്റി നിർത്തണ്ട, എല്ലാവരെയും വിളിക്കണം. അങ്ങനെ തന്നെ ചെയ്യാമായി. എന്റെ മക്കളെല്ലാരും ഒരുമിച്ച് നിന്നാ മതി. അറിയാലോ, എന്റെ മക്കളിൽ ഇത് അവസാനത്തെ കല്യാണമാ. ദേവേട്ടനപ്പ പറഞ്ഞോണ്ടാ സുനില് പോവാതിരുന്നത്. ഞാൻ അറിഞ്ഞില്ലല്ലോ അവര് നമ്മൾ വഴക്കിട്ടിട്ടാ പോകാൻ പോണെന്നുള്ളത്. എന്തായാലും മാനസിക്കൊരു ജീവിതം വേണ്ട ദേവേട്ട. അപ്പൊ പിന്നെ പരസ്പരം അറിയുന്ന ഒരാളല്ലേ നല്ലത്. സത്യം പറഞ്ഞ മനസ്സിനൊരു സന്തോഷമായി. ഇനിയിപ്പോ അവരുടെ കല്യാണം നമ്മൾ വേണ്ട നടത്തി കൊടുക്കാനായിട്ട്. പിന്നല്ലാതെ മാനസ സുനിലിനെ വിവാഹം കഴിക്കാൻ തയ്യാറായത് തന്നെ ഭാഗ്യം. സത്യം പറഞ്ഞ എന്നോട് അവൾ ഇക്കാര്യം പറഞ്ഞപ്പോ എനിക്ക് എത്രമാത്രം സന്തോഷമായെന്നറിയോ? എന്തായി? ഭാനുവിന്റെ കാര്യം പോയി സംസാരിച്ചോ? ആ, സംസാരിച്ചാണ്ടി. അവരൊക്കെയാണ്. ഹോ, എന്തായാലും ആ പയ്യനെ തന്നെ ഭാനുവിന് നല്ലത്. ഇല്ലെങ്കിൽ ഭാനുവിന് അതെന്നൊരു വേദനയായിരിക്കും. നല്ല ആളായി പറയുന്നേ. പണ്ട് സൂര്യയിൽ നിന്ന് ഭാവന ഓടിക്കാൻ നോക്കിയതൊക്കെ ആരാ? എന്താ പറയട്ടെ മോളെ. അല്ലെങ്കിലും
ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ടൊരു കുത്ത് ദേവേട്ടനുള്ളതാ. ആ അങ്ങനെ ബാലുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലേ? അതേ ച പക്ഷെ ജയേഷിന്റെ മുത്തശ്ശി ആള് ശരിയല്ല. മുത്തശ്ശിയല്ല, അച്ചമ്മ. അച്ഛമ്മയായാലും കൊള്ളാം, അമ്മാമ്മയായാലും കൊള്ളാം. അവരെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത്. അത് ശകുനിയുടെ മറ്റൊരു ജന്മമാവാനാണ് സാധ്യത. ആന്റി, ഇതെന്താ ഇവർക്ക് പറ്റിയ? എനിക്ക് തോന്നുന്നല്ലോ. അല്ല മോളെ, ഇവിടെയും ചില പുതിയ സംഭവങ്ങളൊക്കെ നടന്നു. ഒടുവില് മാനസമോള് സുനിലിന്റെ മുന്നില് നിരുപാധികം കീഴടങ്ങി. ആണോ മനസ്സ? അതെ ഭാവന, കീഴടങ്ങാതെ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതെ, അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായിരുന്നു സൂര്യ എനിക്ക്. അവിടെ ഭാനുവിന്റെ കാര്യം സോൾവ് ആയപ്പോ ഇവിടെ ഇവരുടെ കാര്യം ഓക്കെ. എന്നാ പിന്നെ ഇവരുടെ കല്യാണം നമുക്കങ്ങ് നടത്തിയാലോ അമ്മേ? അതിലെന്താ, ഞങ്ങളും ആ കാര്യം തന്നെ സംസാരിച്ചോണ്ടിരുന്നേ. അപ്പൊ രണ്ട് കുടുംബത്തിലും ഓരോ കല്യാണമായി അല്ലേ ഭാവന? അതെ സൂര്യ. നേര് പറഞ്ഞ സുനിൽ പൊരുതി നേടിയ വിജയം ഇത്. ഓ അങ്ങനെ പറഞ്ഞാ കുറഞ്ഞു പോകും സൂര്യ. ഞാനൊരിക്കലും സുനിലിനൊരു ഭാരമാവരുതെന്ന് തോന്നി. അതുകൊണ്ടാ ഞാൻ മാക്സിമം ഒഴിവായിട്ട് മാറി നിന്നേ. പക്ഷേ സുനിൽ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇതാണ് മനസ്സ യഥാർത്ഥ സ്നേഹം. നിന്റെ ഈ അവസ്ഥ അറിഞ്ഞിട്ടും നിന്നെ സ്നേഹിക്കാനും സ്വീകരിക്കാനും സുനിൽ തയ്യാറായില്ലേ? നിങ്ങൾ ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുക്കാം. ഞങ്ങൾ കഴിച്ചിട്ടാ വന്ന ആന്റി, നിങ്ങൾ കഴിച്ചോളൂ. ആ എന്നാ പിന്നെ നിങ്ങൾ പോയി കൈ എഴുതി വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. വാ. എന്തായാലും മാനസയുടെ ഭാവിയുടെ കാര്യത്തിലൊരു തീരുമാനമായല്ലേ സൂര്യ? അതേ ഭാവന, സുനിലിന്റെ സത്യസന്ധമായ പ്രണയത്തില് അവളുടെ മനസ്സിലിഞ്ഞത്. ഞാൻ അവനോട് അധികം ഇടപെടാത്തതും മോശമായിട്ട് സംസാരിക്കാത്തതും അവനിലെ ഈ ക്വാളിറ്റി മനസ്സിലാക്കിയതുണ്ട്. അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മയും എന്ന് വിളിച്ചിട്ടും അവൻ പോവാതിരിക്കും. പക്ഷെ അവിടെയാ സൂര്യ പ്രശ്നം. അവർ തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ വിവരം അവരെ അറിയിക്കണ്ടേ? ഉറപ്പായിട്ടും അറിയിക്കണം. അവര് വേണ്ടേ മുന്നിട്ട് നടത്താൻ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അവരോടൊന്ന് വരാൻ പറഞ്ഞാലോ? അതിനു മുമ്പ് സുനിലിനോടൊന്ന് സംസാരിക്കണം, എന്നിട്ട് മതി. എനിക്കങ്ങോട്ട് വരാമോ? അതിനെന്താ ആന്റി, ഇവിടെ രഹസ്യമൊന്നുമില്ല. ഞങ്ങള് മാനസയുടെയും സുനിലിന്റെയും കല്യാണക്കാര്യം പറയുമായിരുന്നു. ഹാ, ഞാനും അക്കാര്യം പറയാൻ തന്നെയാ വന്നത്. ഭാനുവിന്റെയും മാനസയുടെയും കല്യാണം നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ പ്ലാൻ ചെയ്താലോ? അതെന്തിനാ അമ്മേ? അതുകൊണ്ട് എന്താ നേട്ടം? നേട്ടമല്ലേ ഉള്ളൂ. കല്യാണം വിളിയൊക്കെ ഒരുമിച്ചാവാം. അപ്പൊ ഒറ്റ യാത്ര മതിയാവും. അതുപോലെ പലതും. അപ്പൊ അമ്മയ്ക്ക് ബുദ്ധിയുണ്ട്. ഒന്ന് പോടാ.